Dear students, today we will learn about abnormal molecular masses. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓസ്മോട്ടിക് പ്രഷർ ആണ് പഠിച്ചത്. ഓസ്മോട്ടിക് പ്രഷറും പിന്നെ വേറെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, പിന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഇതെല്ലാം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മോളിക്കുലർ മാസ് കാണാനുള്ള ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് മോളിക്കുലർ മാസ് സൊല്യൂട്ടിനെ കാണാനുള്ള ഒരു വഴിയാണ് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് കറക്റ്റ് ആവാറില്ല. ചിലപ്പോൾ അബ്നോർമൽ വാല്യൂസ് കിട്ടാറുണ്ട്, അതായത് തെറ്റായ വാല്യൂസ് കിട്ടാറുണ്ട്. ചിലപ്പോൾ ഇരട്ടി വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ ശരിക്കുള്ള വാല്യൂവിന്റെ പകുതി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ അബ്നോർമൽ മോളിക്കുലർ മാസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ പി ബൈ P0 വരും. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ബൈ W1 ഇൻറ്റു M2. ഇത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. KB ഇൻറ്റു W2 ഇൻറ്റു 1000 ബൈ M2 ഇൻറ്റു W1. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് ഇതൊക്കെ. ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ്. KF ഇൻറ്റു W2 ഇൻറ്റു 1000 ബൈ M2 ഇൻറ്റു W1. ഇത് പൈ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ ആണ്. W2 ഇൻറ്റു RT ബൈ M2V. ഇവിടെ എല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്യുമ്പോൾ മോളിക്കുലർ മാസ് ഡിനോമിനേറ്ററിലാണ് വരുന്നത്, അല്ലെങ്കിൽ അടിഭാഗത്ത് വരുന്നത്. അതിന്റെ അർത്ഥം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ് എന്നാണ്, അല്ലേ? അതെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്ന അനുസരിച്ച് മോളിക്കുലർ മാസ് കൂടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ പി, ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി എഫ് ആൻഡ് പൈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു M2. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അബ്നോർമൽ മോളിക്കുലർ മാസ് വരുന്നത്? രണ്ട് കാര്യങ്ങളാണ് അബ്നോർമൽ മോളിക്കുലർ മാസ് വരാനുള്ളത്. ഒന്ന് അസോസിയേഷനും വേറൊന്ന് ഡിസോസിയേഷനും ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് അസോസിയേഷൻ ആണ്. അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ടിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് തന്നെ കൂടിച്ചേർന്ന് ഒന്നാവുന്നു, ബിഗർ മോളിക്യൂൾ ആവുന്നു, വലിയൊരു മോളിക്യൂൾ ആയിട്ട്. രണ്ട് സൊല്യൂട്ട് മോളിക്യൂൾസ് കൂടിച്ചേർന്ന് ഒരു ബിഗർ മോളിക്യൂൾ ആവുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കുറയും. കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്കുലർ മാസ് എങ്ങനെയായിരിക്കും? കൂടും. കാരണം എന്താ? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ മാസ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കേസുകളിൽ അസോസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ശരിക്കും വരേണ്ട മോളിക്കുലർ മാസിന്റെ ഏകദേശം ഇരട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡിലും അത് സംഭവിക്കുന്നുണ്ട്. അസിറ്റിക് ആസിഡും ബെൻസോയിക് ആസിഡൊക്കെ കൂടിച്ചേർന്ന് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തിയിട്ട് അവരൊരു ഡൈമർ ആവും. RCOOH ട്വൈസ് എന്നാണ് ആ ഡൈമറിന്റെ ഫോർമുല. അതായത് CH3COOH ട്വൈസും C6H5COOH ട്വൈസും. അപ്പൊ അവർ രണ്ടുപേരും കൂടെയും കൂടിച്ചേർന്ന് ഒറ്റ ഒരു മോളിക്യൂൾ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡൈമർ ആയിട്ട് മാറും. അങ്ങനെ ഡൈമർ ആയിട്ട് മാറിക്കഴിയുമ്പോ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ എണ്ണം കുറയുന്നു. മോളിക്യൂൾസിന്റെ എണ്ണം കുറയുമ്പോ നമ്മൾ നേരത്തെ പഠിച്ച സ്ലൈഡിൽ അറിയാവുന്നതാണ്, മോളിക്യൂൾസിന്റെ എണ്ണം കുറയുമ്പോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുന്നു. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുമ്പോൾ മോളിക്കുലർ മാസ് കൂടുന്നു. അപ്പൊ ശരിക്കും ഈ ബെൻസോയിക് ആസിഡും അസിറ്റിക് ആസിഡിന്റെ കേസിൽ മോളിക്കുലർ മാസ് ഇരട്ടിയായിരിക്കും. ശരിക്കും കിട്ടേണ്ട വാല്യൂവിന്റെ ഇരട്ടിയാണ്. അപ്പൊ അത് ഒബ്സർവേഷനിൽ കണ്ടിട്ടുണ്ട്. അസിറ്റിക് ആസിഡിന്റെ 120 ആണ് വരാറുള്ളത്. ഇങ്ങനെ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്ത് കിട്ടുന്ന മോളിക്കുലർ മാസ് 120, ശരിക്കും 60 ഉള്ളൂ. പിന്നെ ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ 244 മോളിക്കുലർ മാസ് കിട്ടാറുണ്ട്, ശരിക്കും 122 ഉള്ളൂ. അതായത് ഇരട്ടി വരുന്നുണ്ട്. ഇതാണ് റീസൺ. ചില കേസിൽ ഡിസോസിയേഷൻ സംഭവിക്കാറുണ്ട്.
ഈ കേസിൽ നമ്മൾ ഡിസോസിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിവൺ സൊല്യൂട്ട് മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 അയോൺസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ 2 പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നു. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ KCl ആണ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് K+ എന്ന് പറഞ്ഞ അയോണും കിട്ടും, Cl- എന്ന് പറഞ്ഞ അയോണും കിട്ടും. അപ്പൊ ഈ സൊല്യൂട്ട് മോളിക്യൂളിന്റെ സ്ഥാനത്ത് ഇപ്പൊ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് എണ്ണം കൂടി, എണ്ണം ഇരട്ടിയായി എന്ന് പറയാം. അപ്പൊ എണ്ണം ഇരട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ കൂടും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇതുപോലെ തന്നെ ഡബിൾ ചെയ്യും, അല്ലെങ്കിൽ ഇരട്ടിയാവും. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇരട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് കുറവാവും, അതായത് പകുതി ഉണ്ടാവുള്ളൂ. അപ്പൊ മോളിക്കുലാർ മാസ് KClന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് മെഷർ ചെയ്യുമ്പോൾ മോളിക്കുലാർ മാസ് പകുതിയേ ഉണ്ടാവുള്ളൂ. ഇത് ശരിക്കും കണ്ടെത്തിയിട്ടുണ്ട്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർ ചെയ്തിട്ടുള്ള പൊട്ടാസ്യം ക്ലോറൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 37.3 ആണ്. ശരിക്കുമുള്ള വാല്യൂ 74.6 ആണ്. ഇത് ഏകദേശം ശരിക്കുള്ള വാല്യൂവിന്റെ പകുതിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിസോസിയേഷൻ. മുമ്പ് പറഞ്ഞത് അസോസിയേഷൻ ആയിരുന്നു. ഇനി ഇതുപോലത്തെ സൊല്യൂട്ട്സ് ഉണ്ടാവാം, സോഡിയം സൾഫേറ്റും ഇത് ബേരിയം ക്ലോറൈഡും. ഇങ്ങനത്തെ സൊല്യൂട്ട്സിന്റെ പ്രത്യേകത, ഇവര് 3 അയോൺസ് ഉണ്ടാക്കുന്നുണ്ട്. Na2SO4 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ 2Na+ SO4 2- വരും. അപ്പൊ നമുക്കറിയാം ഇവിടെ 2 Na+, ഇവിടെ ഒരു SO4 2-, 3 പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുന്നത്. ഒരു മോളിക്യൂളിന്റെ സ്ഥാനത്ത് 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇതുപോലെ 3 ഇരട്ടിയാവും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 3 ഇരട്ടിയാവുമ്പോ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 1/3 ആവും. അപ്പൊ അങ്ങനെയും വരാവുന്നതാണ് ഡിസോസിയേഷൻ വഴി. അടുത്ത നമ്മൾ പഠിക്കുന്നത് ബാൻഡ് ഓഫ് ഫാക്ടർ ആണ്. ബാൻഡ് ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ extent of deviation of the experimental molecular mass values or the colligative property values from the normally expected values. അതിനെയാണ് നമ്മൾ ബാൻഡ് ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ശരിക്കും ഒരു റേഷ്യോയാണ്. ഈ റേഷ്യോ എന്താ കാണിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസോസിയേഷനും ഡിസോസിയേഷനും വഴി ഉണ്ടാവുന്ന മോളിക്കുലാർ മാസിന്റെ വാല്യൂസ് അല്ലെങ്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂസിൽ ഉണ്ടാവുന്ന വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബാൻഡ് ഓഫ് ഫാക്ടർ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബാൻഡ് ഓഫ് ഫാക്ടർ I is equal to observed colligative property by normally expected colligative property. That is, it is defined as the ratio of the observed value of a colligative property to the normally expected value for that colligative property. ഇനി ബാൻഡ് ഓഫ് ഫാക്ടറിനെ വേറെ വിധത്തിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. It is also defined as the ratio of the normal molar mass of the solute to its value determined experimentally from a colligative property measurement. That is, band of factor is equal to normal molar mass by observed molar mass. When a solute undergoes no change in its molecular state, such as association or dissociation, I equal to 1. അതായത് I 1 ആയിരിക്കും എപ്പോഴാ അസോസിയേഷൻ ഡിസോസിയേഷനും വരുന്നില്ലെങ്കിൽ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. അപ്പൊ 1 ആയിരിക്കും ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അസോസിയേഷൻ ആണെങ്കിലോ, അസോസിയേഷൻ സംഭവിക്കുവാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് എന്താണ് അസോസിയേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വളരെയധികം കുറവായിരിക്കും, പക്ഷെ നോർമലി എക്സ്പെക്ടഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അതിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ I less than 1 ആണ് വരിക. അസോസിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ I less than 1. ഡിസോസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡിസോസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എണ്ണം കൂടുന്നത് കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I എന്ന് പറഞ്ഞ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ I greater than 1 ആണ് വരിക. ഡിസോസിയേഷൻ I greater than 1. ഇനി ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി is also equal to I into normally expected colligative property. Also, observed molar mass is equal to normal molar mass by I. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്വേഷന്റെ അപ്പുറം ഇപ്പുറം അങ്ങോട്ട് തിരിച്ചിട്ട് തന്നെ ഒബ്സർവ്ഡ് മോളാർ മാസിനെ ഇങ്ങോട്ട് എടുക്കുന്നു, അതിനെ താഴേക്ക് എടുക്കുന്നു. അതുപോലെ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I into
നോർമലി എക്സ്പെക്ടഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇനി വാൻ ഡെർ ഫാക്ടർ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. വാൻ ഡെർ ഫാക്ടറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് അസോസിയേഷനും ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഈ വാൻ ഡെർ ഫാക്ടർ കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പൊ വാൻ ഡെർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ മൊളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മൊളാർ മാസ് ആണ്. ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് അണ്ടർഗോ അസോസിയേഷൻ ആണ്. എത്ര ഫ്രാക്ഷൻ മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അതറിയുന്ന സംഖ്യയാണ് ഈ ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ നോക്കാവുന്നതാണ്. സപ്പോസ് Na എന്ന് പറഞ്ഞ മോളിക്യൂൾസ് AN ആയി മാറുന്നു. അസോസിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സ് ബി ദ ഡിഗ്രി ഓഫ് അസോസിയേഷൻ. അസോസിയേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഔട്ട് ഓഫ് 1 മോൾ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് എക്സ് മോൾ അണ്ടർഗോസ് അസോസിയേഷൻ ഇൻടു എക്സ് ബൈ n മോൾ ഓഫ് AN സോ ദാറ്റ് 1 മൈനസ് എക്സ് മോൾ റിമെയിൻസ് അൺഅസോസിയേറ്റഡ്. അതായത് എക്സ് ബൈ n മോളിക്യൂൾസ് അസോസിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അസോസിയേഷൻ ഇല്ലാതെ ഇരിക്കുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് ആണ്. ഇപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബിഫോർ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും അല്ലെ, 1 ആണ്. ഇനീഷ്യൽ ലെവൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 1 മോൾ ആണ്, അപ്പൊ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇത് പ്ലസ് ഇതാണ്, അതായത് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ബൈ n. ഇനി I ഈക്വൽ ടു ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമലി എക്സ്പെക്ടഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ആശ്രയിക്കുന്നത്. നോർമലി എക്സ്പെക്ടഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പൊ ഇതാണ് അസോസിയേഷൻ വഴി ഉണ്ടാവുന്ന മോളിക്യൂൾസ് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ബൈ n. അസോസിയേഷന് മുമ്പ് ഉണ്ടാവുന്ന മോളിക്യൂൾസ് 1 ആണ്. അപ്പൊ എന്ത് വന്നു? I ഈക്വൽ ടു 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ബൈ n ആണ്. 1 ഒമിറ്റ് ചെയ്യാം അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് പ്ലസ് എക്സ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്തായി? എക്സ് മൈനസ് എക്സ് എൻ ആയി. ഇനി ഐനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു ഇക്വേഷന്റെ. അപ്പൊ 1 മൈനസ് ഐ ആയി. ഇനി ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, എക്സ് ആണ്. അതിനെ പുറത്തേക്ക് ഇടുക. അപ്പൊ എക്സ് ഇൻറ്റു 1 മൈനസ് 1 ബൈ n ഈക്വൽ ടു 1 മൈനസ് ഐ ആയി. അതിൽ നിന്ന് നമുക്ക് എക്സിന്റെ ഇക്വേഷൻ കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? 1 മൈനസ് ഐ ഇൻറ്റു n ബൈ n മൈനസ് 1. അതായത് ഇതിന്റെ LCM എടുത്തിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നതാണ് n. 1 മൈനസ് ഐ ഇൻറ്റു n മൈനസ് 1. അപ്പൊ നമുക്ക് ഈ n എത്രയാന്ന് അറിയാം, ഐ എത്രയാന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ് ഇപ്പൊ കണ്ടെത്തിയത്. ഡിഗ്രി ഓഫ് അസോസിയേഷൻ കണ്ടെത്താനാണ് എക്സ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്നത്. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. How to calculate the degree of dissociation? Degree of dissociation കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I മൈനസ് 1 ബൈ n മൈനസ് 1 ആണ്. ആൽഫ എന്ന് പറയുന്നതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്. അപ്പൊ ആൽഫ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ബൈ n മൈനസ് 1. എന്താണ് n? n is the number of molecules which get dissociated ആണ്. അപ്പൊ നമുക്കറിയാവുന്നതാണ് ഈ NaCl, KCl പോലത്തെ മോളിക്യൂൾസിന് n equal to 2 ആണ്. കാരണം ഒരു മോളിക്യൂള് 2 അയോൺസിനെ ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ടാണ് n equal to 2 വന്നത്. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിൽ 2 മൈനസ് 1 വരും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കേസിൽ ആൽഫ ഈക്വൽ ടു I മൈനസ് 1 നമുക്ക് പറയാവുന്നതാണ്. ചില കേസുകളുണ്ട് ഇങ്ങനത്തെ AB2 അല്ലെങ്കിൽ A2B ടൈപ്പ് സൊല്യൂട്ടുകൾ. അത് ബേരിയം ക്ലോറൈഡ്, Na2SO4 ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. അവര് 3 അയോൺസ് ആണ് ഉണ്ടാക്കുക. അപ്പൊ n ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു I മൈനസ് 1 ബൈ n മൈനസ് 1 ആണ്. അപ്പൊ എന്ത് വരും?
I minus 1 by 3 minus 1 2 വരും. ഇപ്പൊ ഡിനോമിനേറ്ററിൽ 2 വരും. ഇങ്ങനത്തെ കേസിൽ ആൽഫയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് I minus 1 by 2 ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. അങ്ങനെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഡിഗ്രി ഓഫ് അസോസിയേഷനും കാണാനുള്ള വഴി എന്ന് പറയുന്നത് വാൻഡോ ഫാക്ടർ കണ്ടെത്തുക എന്നാണ്. ഐ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് വാൻഡോ ഫാക്ടർ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം. Benzoic acid associates in benzene to form dimers. 3.355 gram of benzoic acid when dissolved in 100 gram of benzene lowered the freezing point of benzene by 0.75 Kelvin. Calculate the Van't factor and the degree of association of the solute in benzene. Kf of benzene is equal to 5.12 Kelvin kilogram per mole. Observed molar mass of benzoic acid എന്താ M2 is equal to Kf into W2 into 1000 by delta Tf into W1 ആണ്. Kf ന്റെ വാല്യൂ 5.12 ആണ്. ഡെൽറ്റ Tf ന്റെ വാല്യൂ 0.75 ആണ്. W2 ന്റെ വാല്യൂ 3.35 ആണ്. W1 ന്റെ വാല്യൂ 100 ഗ്രാം ആണ്. M2 എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് M2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. M2 is equal to what? 5.12 into 3.355 into 1000 by 0.75 into 100, 229.035 വരും. ഇതാണ് ഒബ്സർവ്ഡ് മോളാർ മാസ്. ബെൻസോയിക് ആസിഡിന്റെ ഒബ്സർവ്ഡ് മോളാർ മാസ് 229 ആണ്. ഇനി നോർമൽ മോളാർ മാസ് കാണാൻ ബെൻസോയിക് ആസിഡിന്റെ ഫോർമുല C6H5COH ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 122 കിട്ടും. അപ്പൊ വാൻഡോ ഫാക്ടർ I is equal to എന്താ? വാൻഡോ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ് ആണ്. അപ്പൊ 122 by 229 അത് ചെയ്യുമ്പോൾ നമുക്ക് വാൻഡോ ഫാക്ടർ 0.5 കിട്ടും. ഈ ഡിഗ്രി ഓഫ് അസോസിയേഷൻ കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓഫ് അസോസിയേഷന്റെ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ഇപ്പൊ കണ്ടേ ഉള്ളൂ. എന്തായാലും ഡിഗ്രി ഓഫ് അസോസിയേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ X is equal to 1 minus I into N minus N divided by N minus 1 ആണ്. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തൊക്കെ വരും? I 0.5 എന്ന് കിട്ടിയിട്ടുണ്ട്. N ആണെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ 2 ആണ്. ഡൈമേഴ്സ് ആണ് ഉണ്ടാവുന്നത്. 2 മോളിക്യൂൾസ് ആണ് കൂടിച്ചേരുന്നത്. അപ്പൊ N 2 ആണ്. അപ്പൊ അതാ ഡിഗ്രി ഓഫ് അസോസിയേഷന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.9346 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇത് നോട്ട്ബുക്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, കിട്ടണ്ടോ എന്ന് നോക്കുക. 0.9346. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് abnormal molar mass. Okay, thank you.